പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട്. നമുക്ക് ലൈഫിൽ വാല്യൂ കിട്ടാത്തത് നമുക്ക് നല്ല ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ നല്ല സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കിട്ടാത്തത്, നമ്മുടെ ഗ്രൂപ്പുകളിൽ ശ്രദ്ധിക്കാത്തത്, നമ്മുടെ വാക്കിന് വില തരാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ആ തെറ്റിദ്ധാരണയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ ലൈഫിൽ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് എപ്പോഴും റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വാക്കിന് വിലയുണ്ടാവുകയുള്ളൂ. നിങ്ങൾ മീറ്റിങ്ങിന് പോയാൽ അവിടെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോൾ, നിങ്ങൾ പറയേണ്ട സമയമാണ് എന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ, സൊസൈറ്റിയിൽ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വാല്യൂ കിട്ടാത്തത്. ഹൈ വാല്യൂ മനുഷ്യന്മാർ കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില സീക്രട്ടുകൾ. അതിൽ നിന്ന് ഒരു 3 ഞാനിവിടെ പറയുകയാണ്. അതിൽ ഒന്നാമതായിട്ട്, ഡോണ്ട് ബി ഓൾവേസ് അവൈലബിൾ. നമ്മൾ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക, ലഭ്യമാവാതിരിക്കുക. ഒരു സാധനത്തിന് വില കുറയുന്നത് എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? ഗോൾഡിന് റേറ്റ് കൂടുന്നതിനുള്ള കാരണം ഗോൾഡ് എന്നുള്ളത് എല്ലാവർക്കും എല്ലായിടത്തും കിട്ടില്ല. എന്നാൽ അതേപോലെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു സാധനമാണെങ്കിൽ അതിനെപ്പോഴും വില കുറയുന്നുണ്ടെങ്കിൽ അതെപ്പോഴും എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതുകൊണ്ട് നമ്മളും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലായിടത്തും എവിടെയൊക്കെ വിളിക്കുന്നുവോ അവിടെയൊക്കെ ഓടിച്ചാടി കയറിയാൽ നമുക്ക് ഒരിക്കലും വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ അവൈലബിൾ ആവാതിരിക്കുക. അതാണ് നമ്മുടെ വാല്യൂ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. രണ്ടാമതായിട്ട്, സ്പീക്ക് ലെസ് ആക്ട് മോർ. ഈ ലൂസേഴ്സിന്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരൊരു പ്ലാൻ തുടങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഞാൻ ഇങ്ങനെയാക്കും, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ഏകദേശ പ്ലാനുകളും മറ്റുമൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും. അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കുന്നവരും മനുഷ്യരും വിലമതിക്കില്ല, റെസ്പെക്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ സൈലന്റ് ആയിട്ട് മൂവ് ചെയ്യണം. മീൻസ് ഈ ചെസ് പ്ലെയറിൽ കാണുന്നത്, ചെസ് കളിക്കുന്നവർ ചെസ് മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, വളരെ സൈലന്റ് ആണ്. അഥവാ അവർ സംസാരിക്കുകയില്ല, അവരെപ്പോഴും സൈലന്റ് ആയിട്ട് മൂവ് ചെയ്യുകയും ലാസ്റ്റ് അയാൾ സംസാരിക്കുന്നത് ചെക്ക് മേറ്റ് വിളിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെയായിട്ടാണ് നമ്മുടെ ലൈഫ്. ആക്ഷൻ ആയിരിക്കണം നമ്മൾ എല്ലാ ദിവസവും എടുക്കേണ്ടത്. എന്നിട്ട് സംസാരം വളരെ കുറയ്ക്കുക. നമ്മുടെ പ്ലാനുകളൊന്നും ആരോടും പറയണ്ട. നമ്മളുടെ ആക്ഷനുകൾ എടുത്ത് മുന്നോട്ടേക്ക് പോയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് വാല്യൂ ഉണ്ടാവും. കാരണം നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തികൾ കാണുമ്പോഴാണ് അവർക്ക് ഞെട്ടേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സംസാരം കേട്ടിട്ടല്ല. നിങ്ങളുടെ സംസാരം കൊണ്ടല്ല മനുഷ്യരോട് നിങ്ങളുടെ വിജയത്തെ പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയണം. മൂന്നാമതായിട്ട്, റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. നമുക്ക് കഴിയില്ല, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കൊണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി കെട്ടാതിരിക്കുക. നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്തൊക്കെ കഴിയും, എന്തൊക്കെയാണ് എൻ്റെ നല്ല കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കുള്ള എന്തൊക്കെ നന്മകളുണ്ട് എന്ന് ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ തന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. കാരണം നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് വില വേണമെങ്കിൽ, ഹൈ വാല്യൂ മനുഷ്യനായി മാറണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങളെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടും, നല്ല കാര്യങ്ങൾ ചെയ്യും, നല്ല ചിന്തകൾ വരും, നല്ല പ്രവൃത്തികൾ വരും, നല്ല വാക്കുകൾ വരും. അത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു റെസ്പെക്റ്റുള്ള മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ ചിന്തയുള്ളവനെ ആ കാര്യങ്ങളും വരും. അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കണം. ഇവ 3 നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന വാല്യൂ ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.